അതൃപ്തി തുടരുവാണോ? അല്ല, നിങ്ങൾ KPCC പ്രസിഡന്റിനോട് ചോദിച്ചു, അദ്ദേഹം അല്ലേ ബ്രീഫ് ചെയ്യണ്ടേ? നിങ്ങൾ KPCC പ്രസിഡന്റിനോട് സംസാരിക്കുക, അദ്ദേഹം പറയും. മഹാരാഷ്ട്ര ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉന്നയിച്ചത് കർണാടകയിലെ ഒരു മണ്ഡലം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ക്രമക്കേട് നടന്നു പറയുന്നു. അതേ ക്രമക്കേടുകൾ മഹാരാഷ്ട്രയിലും ആരോപിക്കപ്പെടുന്നു. മഹാരാഷ്ട്രയിൽ 5 മാസം കൊണ്ട് 1 കോടി വോട്ടർമാർ ചേർത്തു എന്നടക്കമുള്ള ആരോപണമുണ്ട്. എങ്ങനെയാണ് ഈ ആരോപണത്തെ താങ്കളുടെ ചുമതല ഉണ്ടായിരുന്നല്ലോ? രാഹുൽജി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ശരിയാണ്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഞങ്ങളെല്ലാം ഞെട്ടിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടുത്തെ ജനങ്ങളെയും ഞെട്ടിപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് മഹാവികാസ് അഘാഡിക്ക് വൻപിച്ച മുന്നേറ്റം ഉണ്ടായി. വലിയ തോതിലുള്ള ഭൂരിപക്ഷത്തോടെ സീറ്റുകൾ ജയിക്കുകയുണ്ടായി. എന്നാൽ 48 സീറ്റിൽ 32ഓളം സീറ്റുകൾ നമ്മളന്ന് ജയിച്ചതാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ ഫലം നേരെ വിപരീതമായിട്ടാണ് കണ്ടത്. മാത്രമല്ല, അതൊരിക്കലും വിശ്വസനീയമായ ഒരു റിസൾട്ടായിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾ പഠിച്ചപ്പോഴാണ് വോട്ടർ പട്ടികയിലെ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയത്. അതിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിജി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ശരിയാണ്. വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കുന്ന ഗുരുതരമായ ക്രമക്കേടുകൾ അന്ന് മഹാരാഷ്ട്രയിലെ എല്ലാ സ്ഥലങ്ങളിലും അതിനെതിരായിട്ട് പ്രകടനങ്ങളും ജാഥകളും അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷനുള്ള പരാതികളും ഒക്കെ ഞങ്ങൾ കൊടുത്തതാണ്. പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിന് നേരെയുള്ള കടുത്ത വെല്ലുവിളിയാണ് ഇതെല്ലാം എന്ന് വളരെ വ്യക്തമാണ്. അത് പാർട്ടി കൂടി ആലോചിക്കേണ്ട കാര്യം, അത് ഞാൻ പറയേണ്ട ഒരു കാര്യമല്ല. രാഹുൽ ഗാന്ധി നേരിട്ട് തെളിവുകൾ കമ്മീഷന് മുൻപാകെ ഹാജരാക്കട്ടെ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അതിനുള്ള സമയം നീട്ടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കലുള്ള രേഖകളാണല്ലോ രാഹുൽ ഗാന്ധി രാഹുൽജി പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക വെച്ചിട്ടാണ്. ആ വോട്ടർ പട്ടികയിലെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊരു നിയോജകമണ്ഡലത്തിലെ കാര്യമാണെങ്കിൽ ഇന്ത്യയിലെ പല നിയോജകമണ്ഡലങ്ങളിൽ ഇത് ഉണ്ടായിട്ടുണ്ട്. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും നഗ്നമായ ചട്ടലംഘനം നടന്നത്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ BJPക്ക് അനുകൂലമായി ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ ഒരു അതിക്രമമായിരുന്നു. ആ അതിക്രമത്തിലൂടെയാണ് അവിടെ ഗവൺമെൻറ് ഉണ്ടായത്. ഇപ്പോഴും ജനങ്ങൾക്ക് പ്രതീക്ഷയില്ല. ഇപ്പോഴും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായി എന്നുള്ളത്, വിജയം ഉണ്ടായി എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇതാണ് സത്യം. കേരളമടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനമാണ്. അവിടേക്ക് ഈ ആശങ്കയുണ്ടോ പാർട്ടി? അത് പാർട്ടി പരിശോധിക്കണം. വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ പാർട്ടി പ്രവർത്തകർ ഗൗരവത്തോടെ പരിശോധന നടത്തേണ്ട ഒരു കാര്യമാണ്. വലിയ പരാതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വോട്ടർ പട്ടിക ശരിക്കും പരിശോധിക്കുകയും ആ പരിശോധിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ട ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യണം. ഗൗരവമായ പരിശോധന ആവശ്യമാണ് വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ. മഹാരാഷ്ട്രയുടെ ചുമതല കൂടിയുള്ള ACC ജനറൽ സെക്രട്ടറിയാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് പ്രതികരിച്ചത്. അവിടെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അദ്ദേഹം മറ്റൊരു വിഷയത്തിൽ ACC നേതൃത്വത്തെ കാണാനാണ് ഇവിടെ എത്തിയത്, ACC ആസ്ഥാനത്ത് എത്തിയത്. അവിടെ KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു ഇന്ന് നടന്നത്. KC വേണുഗോപാലെ കണ്ട് വിശദമായിട്ട് ചർച്ച ചെയ്തതിനു ശേഷം മടങ്ങുമ്പോഴാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. എന്തായാലും ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി എന്താണ് എന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. വരുന്ന 11-ാം തീയതി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. എന്തായാലും അതോടെ പ്രതിപക്ഷ സഖ്യം, ഭിന്നതയിലുണ്ടായിരുന്ന പ്രതിപക്ഷ സഖ്യം ഒന്നാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അശക്തമായിട്ടുള്ള സമര പരമ്പരകളുമായി മുന്നോട്ട് പോകുമെന്നാണ് എല്ലാവരും കരുതുന്നത്. അതാണ് വോട്ടർ പട്ടികയൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാഹുൽ ഗാന്ധി ആ രേഖകളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മഹാരാഷ്ട്രയിലെ മാത്രം കാര്യം അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ വോട്ടർമാർ 5 മാസത്തിനിടെ ഉണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഒപ്പം തന്നെ 5 മണിക്ക് ശേഷം വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായി.